കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി ദൈവസഭയുടെ മുമ്പാകെ നിൽക്കുവാൻ ഒരു അവസരം കൂടെ സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്തതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്തും ദൈവസഭയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീയ സത്യങ്ങൾ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ ആദ്യമൊന്നും നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക് പ്രയോജനകരമായ നിലയിൽ തീമോഥെയോസ് ആയിരിക്കണം. അപ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വ്യക്തികൾക്കെഴുതിയ ലേഖനങ്ങൾ 2 എണ്ണമാണ് തീമോഥെയോസിനുള്ള ബന്ധത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ തീമോഥെയോസും അവൻ്റെ മാതാപിതാക്കളും വല്യമ്മയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 16-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിച്ചാൽ. മതി. തീമോഥെയോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് അവ നല്ല സാക്ഷ്യമുള്ള ഒരു ദൈവ പൈതലായിരുന്നു തീമോഥെയോസ്. തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് അനേക സാക്ഷ്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് ഇടയായിട്ട് തൻ്റെ ചെറുപ്പകാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നല്ല സാക്ഷ്യം പ്രാപിച്ച് ആത്മീയമായ വളർച്ചയിലൂടെ മുന്നോട്ട് പോയതായ തീമോഥെയോസ് 2-ാം മിഷണറി യാത്രയിൽ പൗലോസ് തീമോഥെയോസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഒരു സ്വന്തത സഹചാരിയായി തീമോഥെയോസിനെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഏകദേശം 20 വയസ്സിനോളം പ്രായമുള്ളതായ തീമോഥെയോസിൻ്റെ ആത്മീയമായ വളർച്ചയും അവൻ്റെ സാക്ഷ്യവുമൊക്കെ സുവിശേഷ ഘോഷണത്തിന് വളരെയധികം പ്രാധാന്യം അവൻ നൽകിയിരുന്നു. അത് തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് മനസ്സിലാക്കി. നമുക്കറിയാം തീമോഥെയോസ്, തീത്തോസ്, എപ്പഫ്രാദിത്തോസ് ഈ നിലയിലുള്ളതായ യുവ സഹോദരന്മാർ കർത്താവിൽ വളരെ പ്രയോജനകരമായ നിലയിൽ സാക്ഷ്യം പ്രാപിച്ച ദൈവമക്കളായിരുന്നു. ഈ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 19 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തീമോഥെയോസിനെ കുറിച്ച് നല്ല സാക്ഷ്യം പൗലോസ് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം
അതിൻ്റെ 19 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത് എന്നുള്ളത് അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. തീമോഥെയോസിനെ കുറിച്ച് നല്ല അനുഭവ സാക്ഷ്യം പൗലോസ് രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു: നിജപുത്രനായ തീമോഥെയോസ്. അതുപോലെ തന്നെ 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം, തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ തീമോഥെയോസിൻ്റെ ആത്മീയമായ അനുഗ്രഹവും ആത്മീയമായ അവനുള്ളതായ കാഴ്ചപ്പാടൊക്കെ വർദ്ധിച്ചു വരുവാൻ പല നിലയുള്ളതായ ആജ്ഞകൾ പൗലോസ് തീമോഥെയോസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനം തണുപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ സുവിശേഷ ഘോഷണത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വളരെ ആശ്വാസകരമായ നിലയിൽ ഈ തീമോഥെയോസ് ശുശ്രൂഷകൾ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, എനിക്ക് തുല്യ ചിത്തനായിട്ട് മറ്റാരുമില്ല. പൗലോസിൻ്റെ ഹൃദയവും തീമോഥെയോസിൻ്റെ ഹൃദയവുമൊക്കെ ഒരേ നിലവാരത്തിലായിരുന്നു എന്നുള്ളത് പൗലോസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്നെയുമല്ല, ഒരു മകൻ അപ്പന് ശുശ്രൂഷകൾ ചെയ്യുന്നത് പോലെ പൗലോസിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന തീമോഥെയോസിനെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ചുരുക്കി നമുക്കിങ്ങനെ പറയാം, നല്ല സാക്ഷ്യം പ്രാപിച്ചതായ തീമോഥെയോസ് അവൻ തൻ്റെ ശുശ്രൂഷയിൽ ബലപ്പെട്ടു വരണം, അല്ലെങ്കിൽ ദൈവജനത്തിന് അനേക നിലയിൽ പ്രയോജനകരമായി തീരണം എന്നുള്ളത് പൗലോസ് വളരെയധികം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നാം കടന്നു വരുന്നു. 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കൂടെ തീമോഥെയോസിനെ ഉപദേശിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിലാണെങ്കിൽ യുവാക്കന്മാരുള്ള ബന്ധത്തിലൊക്കെ നമ്മളൊരു ഉപദേശമൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? അവർ പറയും, അച്ചായ ചെറുപ്പം മുതലേ ഇതൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കി വരുന്നതാണ്, ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നാം കേൾക്കുന്ന ഒരു സംഭാഷണമാണ് അത്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് തീമോഥെയോസിനോട് വീണ്ടും ആജ്ഞാപിക്കുമ്പോൾ, താൻ കാരാഗ്രഹത്തിലൊക്കെ കിടക്കുമ്പോൾ, തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ, മറ്റ് നിലയുള്ളതായ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോൾ, എഫെസോസിലും മറ്റ് സ്ഥലസഭയിലൊക്കെ പൗലോസിന് പകരമായിട്ട് തീമോഥെയോസിനെ അയക്കുന്നു. അപ്പോൾ അവരുടെ മുമ്പാകെ തീമോഥെയോസ് എങ്ങനെയായിരിക്കണമെന്നുള്ളത് പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ ഫിലിപ്പിയിലൊക്കെ എഫെസോസിലൊക്കെ ഉള്ളതായ സ്ഥലസഭകളിൽ തന്നേക്കാൾ പ്രായമുള്ളതായ വ്യക്തിജീവിതങ്ങളാണ്. ഏകദേശം ഒരു 40 വയസ്സിന് താഴെയുള്ളതായ തീമോഥെയോസ് അവിടെ ചെന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ പ്രായമുള്ളവരത് എല്ലാ നിലയിലും അംഗീകരിക്കണമെന്നൊന്നുമില്ല. ശുശ്രൂഷ രംഗത്ത് അല്പം മടിയുള്ള ഒരു വ്യക്തി ജീവിതമായിട്ടാണ് വേദപണ്ഡിതന്മാർ തീമോഥെയോസിനെ കാണിക്കുന്നത്. എന്നാൽ തീത്തോസിനെ കുറിച്ചൊക്കെ ഒരു പടിയും കൂടെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവസഭയുടെ ശുശ്രൂഷകൾ ചെയ്യുകയും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും
പ്രബോധിപ്പിക്കേണ്ടടുത്ത് പ്രബോധിപ്പിക്കുകയും തർജ്ജനം ചെയ്യുന്നിടത്ത് തർജ്ജനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന തീത്തോസിനെ നമുക്ക് ആ ലേഖനങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അല്പം ഒരു മടിയുള്ള, മുന്നോട്ട് വരുവാനായിട്ട് താല്പര്യക്കുറവുള്ള, ലജ്ജാശീലനായിരിക്കുന്ന തീമോത്തിയോസിനെ പിന്നിൽ നിന്ന് ഉപദേശകമായ ആജ്ഞകളൊക്കെ നൽകി മുൻനിരയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് ഇടയായിട്ട്. ഒന്നാമത് തീമോത്തിയോസിനുള്ള ബന്ധത്തിൽ പൗലോസ് അവനെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. പ്രായമുള്ളവരുടെ മധ്യത്തിലൊക്കെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവൻ്റെ ആശയങ്ങളെ കൂട്ടിക്കളയുവാൻ തക്കവണ്ണം വളരെ സാധ്യതയുണ്ട്. അവനെ നിസ്സാരനാക്കുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അവനെ ഇല്ലാതാക്കുവാനായിട്ടുള്ളതായ സാധ്യതയൊക്കെയാണ് തുച്ഛീകരിക്കുക എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. തൻ്റെ ശുശ്രൂഷകൾ ഫലകരമായി തീരണമെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും തൻ്റെ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മളവിടെ വായിക്കുന്നത് വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. തീമോത്തിയോസിൻ്റെ ശുശ്രൂഷകൾ മറ്റുള്ളവരുമ്പാടെ മാതൃകാപരമായിരിക്കണം. ആർക്കും ഒരു പ്രയാസത്തിനോ പ്രശ്നത്തിനോ കാരണമായി തീരരുത്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ആലോചനകൾ, ദൈവം നൽകുന്നതായ ആലോചനകൾ ഒന്നും മറച്ചു വെക്കാതെ ദൈവസഭയ്ക്ക് നൽകണമെന്നുള്ളത് വീണ്ടും വീണ്ടും പൗലോസ് തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീമോത്തിയോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ്. പ്രിയമുള്ളവർ, അവൻ്റെ ശുശ്രൂഷകൾ നിറപടിയായിട്ട് നിവർത്തിക്കണം. മറ്റുള്ളവർക്ക് അവർ സ്വയമായിട്ട് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, ആത്മീയമായ വളർച്ച ഉണ്ടാകണം. മറ്റുള്ളവരെയും ആ രക്ഷയുടെ സന്ദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ തക്കണം അവരെ പ്രാപ്തരാക്കണം എന്നുള്ളത് പൗലോസ് തീമോത്തിയോസിനെ കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് സഭാപ്രസംഗി 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെയെങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു, അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ശലോമോൻ പറയുകയാണ്, സാധുവിൻ്റെ ജ്ഞാനം ആരും വിലമതിക്കുന്നില്ല, ആരും കൂട്ടാക്കുന്നില്ല. തീമോത്തിയോസിൻ്റെ ജീവിതത്തിൽ അവൻ അല്പം പിന്നോക്കം നിൽക്കുന്ന ആളാണ്. മുന്നോട്ട് കയറി നിന്ന് വളരെ ശക്തമായ നിലയിൽ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുവാനായിട്ടൊരു മടിയുള്ള ആളാണ്. ആ നിലയിൽ പിന്തള്ളപ്പെടുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ശുശ്രൂഷകൾ ഫലകരമായി തീരണം എന്നുള്ളത് പൗലോസ് തീമോത്തിയോസിനെ കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ഈ കാലഘട്ടത്തിലൊക്കെ സാധുവായി നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ലാഘവത്തോടൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളൊക്കെ പിന്നോട്ട് തള്ളപ്പെടും. അതൊന്നും ആരും അനുസരിക്കുകയില്ല. സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് എപ്പോഴും താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തീമോത്തിയോസിൻ്റെ യൗവനമാരും തുച്ഛീകരിക്ക് ദൈവസഭകൾക്ക് വളരെ പ്രയോജനകരമായ നിലയിൽ അവൻ പ്രവർത്തിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. വളരെ പരിശ്രമകരമായ ഒരു ദൗത്യമാണ് തീമോത്തിയോസിനെ പൗലോസ് ഏൽപ്പിക്കുന്നത്. അവനെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമെന്ന് പറയുന്നത്, നമ്മളവിടെ വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാനായിട്ട് ശ്രമിക്കുക. അതിന് വലിയ പരിശ്രമം വേണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാൻ മടിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് ജീവിക്കുവാൻ തക്കണം വളരെ അധികം ആവശ്യമുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 59-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 59-ാമത്തെ വാക്യം.
വായിച്ചാൽ നമ്മൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിയമം ലംഘിച്ച് സത്യം തുച്ഛീകരിക്കുന്ന നീ ചെയ്യുന്നത് പോലെ ഞാൻ നിന്നോടും ചെയ്യും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് സത്യത്തെ തുച്ഛീകരിക്കുവാൻ തൊക്കണം. ദൈവം ആരെയും അനുവദിക്കുന്നില്ല. സത്യത്തിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം ചെയ്യും ആ വിരുദ്ധമായ നിലയിൽ നമ്മോട് പ്രവർത്തിക്കും. ദൈവം നീതിയുള്ള ദൈവമാണ്, നീതിയുള്ള ന്യായാധിപതിയാണ്. സത്യത്തിനും നീതിക്കും അനുസരിച്ച് പോരാടുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, നിൻ്റെ വാക്ക് നീ ദൈവസഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നിൻ്റെ വാക്കുകൾ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഒരുമളെ യുവാവായിരിക്കുന്ന തീമോത്തിയോസ് എഫെസോസിലുള്ളതായ ദൈവജനത്തിൻ്റെ മുമ്പാകെ, പ്രായമുള്ളതായ പിതാക്കന്മാരുടെ മുമ്പാകെ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ വാക്ക് വിശ്വാസികൾക്ക് മാതൃകയുള്ള വാക്കുകളായിരിക്കണം. പലപ്പോഴും നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇടർച്ചയാകുന്ന വാക്കുകളാണോ എന്ന് നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നാം ദൈവമക്കളാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയിതാ സകലവും പുതിയതായിരിക്കുന്നു എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സാക്ഷി നിഷ്കളങ്കമായിരിക്കണം. ഒരു അനുമതിയും കൂടാതെ, ഒരു ഉപാധിയും കൂടാതെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരിക്കുന്ന മുറിവുകളൊക്കെ നാം മറന്ന് നാം പുതിയ ചിന്തയോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് വളരെയധികം ആവശ്യമാണ്. നാം ഓരോ ദിവസവും കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുന്ന ദൈവമക്കളാണ്. ആ നിലയിൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹമായ ആലോചനയാണ് പൗലോസ് തീമോത്തിയോസിലൂടെ നിവർത്തിച്ചു കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവ മക്കൾക്ക് യോഗ്യമായ നിലയിൽ, ദൈവ മക്കൾക്ക് മാതൃകയായ നിലയിൽ, അവർക്ക് പ്രയോജനകരമായ നിലയിൽ നമ്മുടെ ശുശ്രൂഷകൾ മാറിയേ തീരൂ. ആ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ നിശ്ചയമായിട്ട് നമ്മോട് പറയുന്നു. നമുക്ക് ഒരു ഉപാധിയും വെക്കുവാനായിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോൾ ഒരു ഉപാധിയും വെച്ചില്ല. പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ടാവും, അതൊന്നും പറയാനായിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചിട്ടില്ല. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് എപ്പോഴും ഹൃദയം തണുപ്പിക്കുന്ന വാക്കുകളായിട്ട് തീരണം. എങ്കിൽ മാത്രമേ കേൾക്കുന്ന വിശ്വാസികൾക്ക് അത് മാതൃകയായി ആകുകയുള്ളൂ, അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ വാക്കുകൾ പ്രകാരമായിരിക്കണമെന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് ദൈവ കൃപ ലഭിക്കണം. നമുക്കറിയാം, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ദാനമാണ് ദൈവത്തിൻ്റെ കൃപ. പൗലോസിനോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് ദൈവ കൃപ ലഭിക്കുവാൻ. തീമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവൻ എൻ്റെ ഹൃദയം തണുപ്പിച്ചവനാണ്, അവൻ എനിക്കൊരു ആശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരാശ്വാസമായിരിക്കണം. അപ്പോൾ തന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്കത് കാണുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്
നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിലയിലും മുറിവേൽക്കുവാനായിട്ട് ദൈവവചനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ നമ്മുടെ വാക്കുകൾ മുഖാന്തരം, നമ്മുടെ പ്രസംഗം മുഖാന്തരം, നമ്മുടെ ജീവിതം മുഖാന്തരം മറ്റുള്ളവർക്ക് ആത്മീയമായ അനുഗ്രഹത്തിന് അത് കാരണമായി തീരണം. നമുക്കൊരുപാട് സംസാരിക്കുവാൻ അറിയുന്നവരാണ്. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. ഇന്ന് നമുക്ക് കേൾപ്പാൻ താമസവും പറവാനായിട്ട് വളരെ ധൃതിയുമാണ്. നാം എന്താണ് പറയുന്നതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. വളരെ മാതൃകാപരമായ ഒരു ജീവിതം ദൈവസഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ മാനസികമായ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ളതായ കാര്യം നമ്മുടെ വാക്കുകളാണ്. കുടുംബത്തിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ ശിശുക്കളോട് സംസാരിക്കുന്ന നിലയിലല്ല യൗവനക്കാരോട് സംസാരിക്കുന്നത്. മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്ന നിലയിലല്ല പ്രായമുള്ള മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത്. സഭയിൽ നമ്മൾ സംസാരിക്കുന്നതിന് അതിനൊക്കെ ദൈവം പ്രത്യേക വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ സംസാര രീതികൾ ഉപ്പിനാൽ രുചി വരുത്തുന്നത് ആയിരിക്കണം. അത് കൃപയോടുകൂടെ ആയിരിക്കണം. മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ. എങ്കിൽ മാത്രമേ ദൈവ സഭയിൽ, കുടുംബത്തിൽ, സമൂഹത്തിലൊക്കെ സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. നടപ്പെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നതാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം സുവിശേഷത്തിന് യോഗ്യമായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന, നമ്മെ മനസ്സിലാക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത്. നാം പറയുന്ന, നാം ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ അവരെത്രമാത്രം അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും, അവർക്കത് എത്രമാത്രം വിശ്വസിക്കുവാനായിട്ട് കഴിയും. അവരെപ്പോഴും നമ്മുടെ ജീവിതവും നമ്മുടെ സംസാര രീതികളൊക്കെ വിലയിരുത്തിയാണ് നാം ആരാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരുവാനായിട്ട് ഇടയായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരട്ടെ. നമ്മെ ഒരുപാട് കുറ്റം വിധിക്കുവാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പരിമിതികളും കുറവുകളൊക്കെ ഏറ്റുപിടിച്ച് സമൂഹത്തിൽ നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെ നാം ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നമ്മൾ ജീവിച്ചേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ വലിയവനായ ദൈവത്തിന് യോഗ്യമാവണ്ണം നാം ജീവിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതനുസരിച്ചുള്ളതായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാലം കഴിഞ്ഞ നാളുകളെ പോലെയൊന്നുമല്ല ഇപ്പോൾ. മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അവരെ കരുതുവാനോ അവരോട് ഹൃദയം തണുപ്പിക്കുന്ന വാക്കുകളിൽ ഏർപ്പെടുവാനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുള്ളതായ ജീവിതം നയിക്കാനൊന്നും മനുഷ്യന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാലാമത് നമ്മളിവിടെ കാണുന്നത് സ്നേഹത്തിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മാനദണ്ഡം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിന് സമാന്തരമായുള്ള ഒരു സ്നേഹമാണ് ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. നാം ഏത് ശുശ്രൂഷകൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും അത് ഫലപരമായി തീരുകയില്ല. സ്നേഹം അനുസരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു. തീമോഥെയോസുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ തൻ്റെ അനുസരണം നമുക്കൊരു മാതൃകയാണ്. തന്നെ നിരന്തരം അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുകയാണ്, നീ ശരിയായ പാതയിൽ പോകണം, നിന്റെ ജീവിതം വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം.
നിന്റെ ശുശ്രൂഷ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ ഒരു നിലയിലുള്ളതായ മറുപടികളും പറയാതെ അത് പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കർത്താവിൻ്റെ വേലയിൽ പൗലോസിനോടൊപ്പം പോരാടുകയും ചെയ്യുന്ന തീമോഥെയോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. അത് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവ സഭയിൽ തമ്മിൽ സ്നേഹിക്കുവാനായിട്ടിടയായിത്തീരാണ്. അതിന് ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ളതായ സകല മനുഷ്യരെയും സ്നേഹിച്ച ആ സ്നേഹമാണ്. ഒരു ഉപാധിയുമില്ല. മനുഷ്യവർഗത്തിൽ നിന്ന് ഒരു കാര്യവും ദൈവം ആവശ്യപ്പെടുന്നില്ല. രക്ഷ സൗജന്യമാണ്. ആ സൗജന്യമായ രക്ഷയിലാണ് നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹം എന്ത് ചെയ്യണം? കർത്താവ് സ്നേഹിച്ചതുപോലെ, കർത്താവ് ആദിയിൽ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ, മനുഷ്യവർഗത്തെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം കർത്താവ് മനുഷ്യരെ സ്നേഹിക്കുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ശുശ്രൂഷ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ശുശ്രൂഷയായിരിക്കണം. ഒരു ഉപാധിയും കൂടാതെ, ഒരു മാനദണ്ഡവും കൂടാതെ, ഒരു വ്യവസ്ഥയും കൂടാതെ മറ്റുള്ളവരെ പ്രായഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. വാക്കുകൾ പലപ്പോഴും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം, നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം. അതൊന്നും ദൈവം കണക്കിടുന്നില്ല. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ തുടർമാനമായുള്ള ശുശ്രൂഷയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ നോക്കുന്നത് ദൈവമാണ്. നമ്മൾക്ക് ശുശ്രൂഷകൾ തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സമൂഹത്തോടുള്ള ബന്ധത്തിലും സഭയിലുമൊക്കെ നമുക്കെന്താണ് വ്യക്തമായി ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ശുശ്രൂഷകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാനായിട്ടിടയായിട്ട് നാം മനുഷ്യരോട് കണക്ക് പറയേണ്ട ആവശ്യമില്ല. നാം ദൈവത്തോട് മാത്രം കണക്ക് പറഞ്ഞാൽ മതി. സ്വർഗത്തിലെ ദൈവം നമ്മെ ചേർക്കുവാനായിട്ട് വരും. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ നിർവടിയായി നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. പിന്നീട് പറയുന്നത്, നീ വിശ്വാസമുള്ളവനായിരിക്കണം, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കണം, ദൈവത്തോടെപ്പോഴും കടപ്പെട്ടവനായിരിക്കണം. നിന്റെ ശുശ്രൂഷകളുടെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായ വിശ്വാസം, ദൈവവചനത്തോടുള്ളതായ ആശ്രയം, ദൈവത്തോടുള്ളതായ നമ്മുടെ സമീപനങ്ങൾ, അതൊക്കെ വളരെ പ്രയോജനകരമായി തീരണം. നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ നാം ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നല്ല ഒരു മനസ്സാക്ഷി, നിഷ്കളങ്ക മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിന്നീട് നമുക്ക് വായിക്കുന്നത്, നിർമ്മല ഹൃദയത്തോടുകൂടെ, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ നാം കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യണം. മറ്റുള്ളവർക്ക്, വിശ്വാസികൾക്ക് മാതൃകയായി നാം ശുശ്രൂഷകൾ ചെയ്യണം. അനേക വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പാകെ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും. 2 തീമോഥെയോസ് 1-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്: ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമുള്ളവനാണ്. എന്നാൽ മനുഷ്യൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്ന കാര്യങ്ങൾ വൈകുന്നേരം അവൻ മറന്നു പോകുന്നു. ഒരു സ്ഥിരതയില്ലാത്ത അനുഭവം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയാണ്, നിന്റെ ശുശ്രൂഷകൾ ഫലകരമായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം നീ ദൈവത്തിൻ്റെ മുമ്പാകെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, തീമോഥെയോസിൻ്റെ ക്രിസ്തീയ ജീവിതം ദൈവസഭകൾക്കൊരു അനുഗ്രഹമായിരിക്കണം. പൗലോസ് കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 40-ലധികം വയസ്സിന്
പ്രായമുള്ളതായ തീമോത്തിയോസ് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ഫലകരമായി നിവർത്തിക്കുവാൻ അത് ഏറ്റെടുക്കേണ്ടതായ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പ്രയോജനപ്പെടേണ്ടതായ കാരണങ്ങളൊക്കെ പറയുമ്പോൾ തീമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ പൗലോസ് 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യം, ഞാനോ ഇപ്പോൾ തന്നെ പാനീയമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടം കഴിയാൻ പോകുന്നു എന്നുള്ളതായ നിശ്ചയം പൗലോസ് അപ്പോസ്തലന് നന്നായിട്ടുണ്ട്. തൻ്റെ കാലശേഷം ദൈവസഭ ആ ഇടയിലില്ലാത്ത ആടുകളെ പോലെ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിനു മുൻപാകെ തൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപാകെ ദൈവസഭയ്ക്ക് വേണ്ടി അനേക യുവാക്കന്മാരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവിൻ്റെ വചനപ്രകാരമുള്ളതായ ശുശ്രൂഷ, വിശ്വാസർക്ക് മാതൃകയുള്ളതായ ശുശ്രൂഷ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് ഒരുപടി മുന്നേ അവരെയൊക്കെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഏറ്റവും ദൈവസഭകൾക്ക് അനുയോജ്യമായ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃകയായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവർ, നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ കാലഘട്ടങ്ങളൊക്കെ അവസാനിക്കും. പുതിയൊരു തലമുറ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയുക്തരായി തീരുമെന്നുള്ളതായ ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവരെ ശുശ്രൂഷയിൽ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, അവരുടെ പരിമിതികളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി അവരെ നല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടതായ ഉത്തരവാദിത്വം ദൈവസഭകൾക്കുണ്ട്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. യുവസഹോദരന്മാരോട് പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾ ചെയ്യുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ക്രിസ്തീയ ജീവിതം, അവരുടെ ശുശ്രൂഷ കേൾക്കുന്നവർക്ക് പ്രയോജനകരമായി തീരണം. വിശ്വാസികൾക്ക് മാതൃകയായി തീരണം. വിശ്വാസികൾക്ക് പ്രയോജനകരമായി തീരണം. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം ചിന്തിപ്പാനായി തീരുന്നത് നമ്മുടെ യുവനാരും വിശീലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ നടപ്പ് മറ്റുള്ളവർക്ക്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. നമ്മുടെ നടപ്പെന്ന് പറയുന്നത് അത് സുവിശേഷത്തിന് യോഗ്യമായി തീരണം. നമ്മുടെ ശുശ്രൂഷകൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കണം. തന്നെയുമല്ല നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവമാണ് നമ്മെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നമ്മെ ആക്കി വെച്ചതെങ്കിൽ ആ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയായ താഴ്മയോടെ, വിനയത്തോടെ, ദൈവിക സ്നേഹത്തിൽ ദിവസങ്ങളിൽ ജയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ ചെറിയ ചിന്തകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.